സ്റ്റുഡിയോയ്ക്കെതിരായ ബഹിഷ്കരണം തുടരുമെന്ന് ജമാഅത്തെ ഇസ്ലാമി. ടാറ്റ കമ്പനി വിമർശനങ്ങൾക്ക് അതീതരല്ലെന്നും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകളെ ബഹിഷ്കരിക്കുമെന്നുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO നേതാവിന്റെ വാദം. മുഹമ്മദ് ഷഫാഖിന്റെ പ്രസ്താവനയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രതിഷേധവും വിമർശനവും ശക്തമാവുകയാണ്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ഇപ്പോഴും ഈ തുടരുന്ന നിലപാടിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. എന്തൊക്കെ വിവരങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു, ഒപ്പം എന്താണ് അവരുടെ നിലപാട്? വീണ, കൃത്യമായി തന്നെ ജമാഅത്തെ ഇസ്ലാമി നേരത്തെ ഉയർത്തിയ വാദം, അതായത് സ്റ്റുഡിയോ പോലുള്ള ടാറ്റയുടെ കമ്പനികളെ ബഹിഷ്കരിക്കണം. അത്തരത്തിലുള്ള ഈ ടാറ്റയുടെ വസ്ത്രനിർമ്മാണ ശൃംഖലയാണ് സ്റ്റുഡിയോ. അവിടെ നിന്ന് വസ്ത്രം എടുക്കരുത് എന്നൊരു ആഹ്വാനമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, ഈ വിവിധ ഇടങ്ങളിലെ സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. ഇത് സമൂഹത്തിൽ വലിയ ചർച്ചയും വിവാദവും ഒക്കെ ആയിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ ഈ SIO നേതാവായിട്ടുള്ള ഷഫാഖ് തന്നെ പറഞ്ഞിരിക്കുന്നത്, തങ്ങൾ ഉയർത്തിയ അല്ലെങ്കിൽ തങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിന്ന് ഒരു തരി പിന്നോട്ട് പോവില്ല. അതായത് സ്റ്റുഡിയോ അടക്കമുള്ള കമ്പനികൾ, സ്റ്റുഡിയോ അടക്കമുള്ള ഇന്ത്യയിലുള്ള 100ഓളം കമ്പനികളെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനമാണ് നൽകിയിരിക്കുന്നത്. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. പക്ഷേ ഇതിനവർ മറയാക്കി പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ഇന്ത്യൻ കമ്പനികളെ തങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്നതാണ്. ഇതിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വലിയ വിമർശനം നേരത്തെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉണ്ടായിരുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണമെന്നടക്കമുള്ള ആവശ്യം സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ഈ സാഹചര്യമൊക്കെ ഉള്ളപ്പോഴാണ് തങ്ങൾ പറഞ്ഞ നിലപാടിൽ നിന്ന് ഒരു തരി പിന്നോട്ടില്ല, ഈ നിലപാട് കൃത്യമായി തങ്ങൾ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ് എന്നതൊക്കെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ SIO നേതാവ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത് എന്നതാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റുഡിയോ ബഹിഷ്കരണ ആഹ്വാനം ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് വന്ന ആ സമയത്ത് തന്നെ വലിയ പിന്തുണയാണ് ടാറ്റയ്ക്കും സ്റ്റുഡിയോയ്ക്കും ഒക്കെ തന്നെ ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ മറ്റൊരു ക്യാമ്പയിൻ കൂടി നടക്കുന്നുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമി സ്റ്റുഡിയോ ബഹിഷ്കരിക്കണമെന്ന് പറയുമ്പോൾ ആ സ്റ്റുഡിയോയിൽ നിന്ന് വസ്ത്രം എടുത്തുകൊണ്ട് നമുക്കതിനെ പ്രതിരോധിക്കണം എന്നതടക്കമുള്ള മറ്റൊരു ക്യാമ്പയിൻ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾക്കൊന്നും തന്നെ പൊതുജനമോ സമൂഹമോ വലിയ രീതിയിൽ ചെവി കൊടുക്കുന്നില്ല എന്നതാണ് വാസ്തവം എന്നാണ് ഈ സമീപകാല സംഭവങ്ങളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാവുന്നത്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പുതിയ അജണ്ടയാണ് ഇത്തരത്തിൽ മുന്നോട്ട് വരുന്നത് എന്നതാണ് പൊതുസമൂഹം പറയുന്നത്. അതായത് സ്റ്റുഡിയോ അടക്കമുള്ള ഇന്ത്യൻ കമ്പനികളെ ബഹിഷ്കരിക്കണമെന്നൊരു ആഹ്വാനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO ഉയർത്തിയിരിക്കുന്നത്. ആഹ്വാനം മാത്രമല്ല, അതിലവർ സ്റ്റുഡിയോ അടക്കമുള്ള സ്ഥാപനങ്ങളുടെ മുന്നിൽ ഇരുന്ന് പ്രതിഷേധ പ്രകടനമടക്കം നടത്തിയിരുന്നു. ഇനി വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിൽ ആഹ്വാനം നടത്തുകയും തങ്ങൾ ഇത്തരത്തിൽ സ്റ്റുഡിയോ അടക്കമുള്ള കമ്പനികളുടെ മുന്നിൽ നിന്ന് പ്രതിഷേധം നടത്തും, ഈ പ്രതിഷേധം തുടരും എന്നുകൂടിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO നേതാവ് പറഞ്ഞിരിക്കുന്നത്. വീണ, ഓക്കെ.